ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കുറേ ആയി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് മോനെയും കൊണ്ട് നമ്മള് സ്കേറ്റിങ്ങിന് പോവാണേ. ഇവിടെ വടകര സാഗാലയിൽ വെച്ചിട്ടാട്ടോ കോച്ചിങ് നടക്കുന്നത്. വീക്കെൻഡ്സില് 2 hours ആണ് ക്ലാസ് ഉണ്ടാവുക, സൺഡേ സാറ്റർഡേ. അപ്പൊ നേരെ നമ്മൾ അങ്ങോട്ട് പോവാ കേട്ടോ. മോനെ നേരെ കാസറ്റിലെത്തി സെറ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകല്ലോ കേട്ടോ. അപ്പൊ അവിടെ എത്തിയപ്പോ ഇതാ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് സാർ ലീവ് ആയിരുന്നു. ചെറുതിന് ഇതേമാതിരി അവരോട് കളിക്കണം കേട്ടോ. അപ്പൊ അവനങ്ങനെ ഞാനങ്ങ് വിടും. അതാണ് സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവരെ ശരിക്കും പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഞാൻ അവനെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും. ഇതിന്റെ പുറത്തെ കുറച്ച് കളിക്കുന്ന ഏരിയസ് ഒക്കെ ഉണ്ട്. ഇതൊരു ക്രാഫ്റ്റ് വില്ലേജ് ആണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അപ്പം ഇതിന്റെ തൊട്ടടുത്ത് ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ അധികം പേടിയൊന്നും ഇല്ല ഒന്നിലും കയറാന്. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ ടൈമാ, സാറ്റർഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്നൊരു 10 മണിക്ക് എന്ന് പറയുമ്പോൾ ആരും ഇല്ല കേട്ടോ അവിടെ. വെയിലും ഉണ്ടായിരുന്നു. അപ്പൊ മോനെ ഞാനിങ്ങനെ ടൈം പോകാൻ വേണ്ടിയിട്ട് ഓരോ റൈഡിലൊക്കെ കയറ്റി. അതിന്റെ പുറത്ത് ഇതേപോലത്തെ ഒരു നല്ല രസമാട്ടോ കാണാനായിട്ട്. സൈഡിൽ ബോട്ടിംഗ് ഉണ്ട്, അല്ലാണ്ട് ഇപ്പുറത്ത് നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ അതിന്റെ ചുറ്റൊക്കെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. ഓൾറെഡി നമ്മളിവിടെ പോകലുള്ളതാ, ബോട്ടിംഗ് ഒക്കെ ചെയ്യലുള്ളതാട്ടോ. അപ്പൊ ഞാൻ പിന്നെ എല്ലാ വീക്കെൻഡ്സിലും ഇപ്പൊ വരുന്നുണ്ട് മോനെയും കൊണ്ട് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് തിരക്ക് ഉണ്ടാവുക. അപ്പൊ നെക്സ്റ്റ് അവിടെ ഒരു ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കോച്ചിങ് ഒക്കെ ക്ലോസ് ആവും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയിട്ട് അവിടെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട്, നല്ല ഫുഡൊക്കെ കിട്ടും കേട്ടോ. അവിടെ ചോറും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും, അല്ലാണ്ട് ചായയും സ്നാക്സ് ഒക്കെ കിട്ടും. നമ്മൾ കഴിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മോന്റെ കഴിഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അവന് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന കാരണം നല്ല ടയർഡായിരിക്കും ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അങ്ങനെ അവനൊരു ജ്യൂസും ഞാനൊരു ചായയും കുടിച്ചു. പിന്നെ അവനെ ഓൾറെഡി ഞാൻ ഇവിടെ ഇങ്ങനെ ഉള്ളിലൊക്കെ കണ്ടെന്ന് പറഞ്ഞ ശേഷം അവൻ എന്നും കാണണം ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഇന്നിപ്പം പ്രോഗ്രാം ഒക്കെ നടക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് വീക്കൊന്നും നമ്മൾ ഇങ്ങോട്ട് വരില്ല. അപ്പൊ അങ്ങനെ മോൻ അതിന്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ഐറ്റംസും പല ഐറ്റംസും ഉണ്ട് അവർ സെയിൽ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഫിഷിന്റെ ഇതുണ്ട്, കുട്ടികൾക്ക് പറ്റുന്ന ഫിഷിന്റെ ഒരു അക്വേറിയം മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫിഷ് സ്പായൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ മെയിൻ ആയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് അവരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് മാലകള്, സ്റ്റാച്യൂകള്, പിന്നെ ചെയർ, പിന്നെ ക്ലോത്ത്, ഹാൻഡ് മെയ്ഡ് പെയിന്റിങ്സ്, അങ്ങനെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ടോയ്സസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുമാതിരി ഒരു വാക്ക് വേണമെങ്കിൽ നടക്കാനും ഇരിക്കാനും ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസാട്ടോ. ഇവരിങ്ങനെ ഒരു സൈഡ് ഓൾറെഡി ഇങ്ങനെ വെള്ളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് അവർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വർക്കൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാലും നല്ല രസമാട്ടോ അവിടെ കാണാനായിട്ടും ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ മന്ത് ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് മുതൽ ജനുവരി വരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. 65 കൺട്രീസ് ഒക്കെ വന്നിട്ടുള്ള ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പറ്റാൻ നമുക്ക് അതിനും കൂടെ പോവാം. അങ്ങനെ നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് വന്നിട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര ചൂടാണ്, ഉച്ച സമയമാണല്ലോ. അപ്പൊ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വെള്ളത്തിനൊക്കെ കുടിച്ചിട്ട് സെറ്റായി വീട്ടിൽ പോയി. അങ്ങനെ വണ്ടിയിൽ പോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പൊല്യൂഷനൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ റൗണ്ട് അടിച്ച് വീട്ടിലേക്ക് പോയിട്ട്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.